ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൈമിനെ പറ്റിയാണ്. എന്താണ് ക്രൈം? സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എനി ആക്ട് ഓർ ഒമീഷൻ വിച്ച് ഈസ് പണിഷബിൾ ബൈ ലോ ഈസ് കോൾഡ് ക്രൈം. ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ ഒമിഷനോ നിയമത്താൽ പണിഷ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ അത്തരം പ്രവൃത്തികളെ അല്ലെങ്കിൽ ഒമിഷനെ ക്രൈമായിട്ട് കണക്കാക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ അത് വയലേറ്റ് ചെയ്യുകയോ ലോയെ വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വെൽഫെയറിനെയോ സേഫ്റ്റിയോ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും ക്രൈമായിട്ട് നമുക്കത് കണക്കാക്കാം. ജനറലി സ്പീക്കിംഗ് ഇറ്റ്സ് എ പബ്ലിക് റോങ് ആണ് ക്രൈം എന്ന് വെച്ചാൽ. ഒരു ക്രൈം ആകണമെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. എന്താണ് എലമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് ക്രൈം: ഫസ്റ്റ് വൺ, ഹ്യൂമൻ ബീയിങ്. സെക്കൻഡ് വൺ, ഇഞ്ചുറി ടു അനദർ പേഴ്സൺ. തേർഡ് വൺ, മെൻസ്ട്രിയ. ഫോർത്ത് വൺ, ആക്ടസ് റിയസ്. ഒരു ക്രൈം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 4 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരിക്കണം, ഒരു മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം, ഇഞ്ചുറി ടു അനദർ പേഴ്സൺ, മറ്റൊരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി സംഭവിച്ചിരിക്കണം, മെൻസ്ട്രിയ, അത് മെൻ്റൽ എലമെൻ്റാണ്, ആക്ടസ് റിയസ്, ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. ഇനി എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമൻ ബീയിങ്. ദ ഫസ്റ്റ് എലമെൻ്റ് ഓഫ് ക്രൈം ആണ് ഹ്യൂമൻ ബീയിങ് എന്നാൽ. The crime consists of a human being. It is the first element of crime. ഒരു റോങ്ഫുള്ളായ ആക്ട് ചെയ്യണമെങ്കിൽ, അതൊരു ക്രൈമായി മാറണമെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം. നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ക്രൈമായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്. ഒരു മർഡർ എടുത്താലും ഒരു കൾപ്പബിൾ ഹോമിസൈഡ് എടുത്താലും ഏതൊരു പ്രവൃത്തി എടുത്താലും ഡെഫിനറ്റ്ലി അവിടെ ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരിക്കും. സെക്കൻഡ് എലമെൻ്റ് ഓഫ് ക്രൈം ആണ് ഇഞ്ചുറി ടു അനദർ പേഴ്സൺ. മറ്റൊരാൾക്ക് ഇഞ്ചുറി സംഭവിപ്പിക്കുക. ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 2 ക്ലോസ് 14 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പഴയ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം സെക്ഷൻ 44 ഇഞ്ചുറി ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഇഞ്ചുറി? ഇഞ്ചുറി മീൻസ് എനി ഹാം ഇല്ലീഗലി കോസ്ഡ് ടു എനി പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. ഒരു വ്യക്തി, ഒരു ഹ്യൂമൻ ബീയിങ് മറ്റൊരു വ്യക്തിയെ ഇല്ലീഗലായിട്ട് കോസ് ചെയ്യുന്നത്, അത് ആ വ്യക്തിയുടെ മൈൻഡിനെയോ ബോഡിയെയോ റെപ്യൂട്ടേഷനെയോ പ്രോപ്പർട്ടിയോ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ അത്തരം പ്രവൃത്തിയെ ഇഞ്ചുറി ആയിട്ട് കണക്കാക്കും. തേർഡ് എലമെൻ്റ് ഓഫ് ക്രൈം ആണ് മെൻസ്ട്രിയ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഇൻ ക്രൈം. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ക്രൈം നടന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മെൻസ്ട്രിയ ഉണ്ടായിരിക്കണം. മെൻസ്ട്രിയ എന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ഇറ്റ് മീൻസ് എ ഗിൽറ്റി മൈൻഡ് ഓർ ഈവിൽ മൈൻഡ് ഓർ മെൻ്റൽ എലമെൻ്റ് ആണിത്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഗിൽറ്റി മൈൻഡോട് കൂടിയാണ് എങ്കിൽ അത് ക്രൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു മാക്സിമാണ് ആക്ടസ് നോൺ ഫാസിറ്റ് റിയം നിസി മെൻസിറ്റ് റിയ. ആക്ട് ഇറ്റ് സെൽഫ് ഡസ് നോട്ട് മേക്ക് എ മാൻ ഗിൽറ്റി അൺലെസ് ഹി ഹാസ് ഗിൽറ്റി ഇൻറ്റൻഷൻ. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആക്ട് എന്ന് പറയുന്നത് ഗിൽറ്റി ഇൻറ്റൻഷനോട് കൂടി ചെയ്യുമ്പോഴാണ് അതൊരു ക്രൈമായിട്ട് മാറുന്നത്. മെൻസ്ട്രിയക്കകത്ത് നമ്മുടെ ഇൻറ്റൻഷൻ വരും, നോളജ് വരും, റെക്ലെസ്നെസ് വരും, നെഗ്ലിജൻസ് വരും. ഇതൊക്കെയാണ് മെൻസ്ട്രിയയുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ്, കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ഇതൊക്കെ മെൻസ്ട്രിയ എലമെൻ്റായിട്ട് വരുന്ന കുറ്റകൃത്യങ്ങളാണ്.
ഫോർത്ത് വൺ ഈസ് ആക്ടസ് റിയസ്. മെൻസ്ട്രിയ പോലെ തന്നെ ആക്ടസ് റിയസ് ലാറ്റിൻ വേർഡാണ്. ഇറ്റ് മീൻസ് എ ഫിസിക്കൽ ആക്ട് ഓർ ഗിൽറ്റി ആക്ട് ഡൺ. ഇറ്റ്സ് എ ഹ്യൂമൻ കോണ്ടാക്ട്. മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്രൈം കംപ്ലീറ്റ് ആകുന്നത്. സ്റ്റേജസ് ഓഫ് ക്രൈം. ഒരു ക്രൈമിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. നമ്മളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന് 4 തരത്തിലുള്ള സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ്, കമ്മീഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രൈം ആണ് ഇൻറ്റൻഷൻ. ഫസ്റ്റ് ആൻഡ് ഇനിഷ്യൽ സ്റ്റേജസ് ഇൻ കമ്മീഷൻ ഓഫ് എ ക്രൈം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പണിഷബിൾ അണ്ടർ ലോ. It does not become a specified offence. It's defined under section 3 clause 5 of BNS and section 34 of IPC. അത് കോമൺ ഇൻറ്റൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻറ്റൻഷൻ എന്നാൽ ഒരു ക്രൈമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഇൻറ്റൻഷന് പ്രത്യേകിച്ച് പണിഷ്മെൻ്റ് ഒന്നും പറയില്ല. പക്ഷെ ഒരു ക്രൈമിനെ സംബന്ധിച്ച് ഇൻറ്റൻഷൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഒരു കുറ്റകൃത്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുള്ളതിനെയാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രിപ്പറേഷൻസ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ക്രൈം ആണ് പ്രിപ്പറേഷൻ. ജനറലി നോട്ട് പണിഷബിൾ അണ്ടർ ലോ. പ്രിപ്പറേഷൻ ചെയ്തു എന്ന് വെച്ച് നിയമം പണിഷ് ചെയ്യില്ല. ചില കേസസിൽ പ്രിപ്പറേഷൻ ഒഫൻസായിട്ട് കണക്കാക്കും. വേജിങ് വാർ അഗൻസ്റ്റ് ഗവൺമെൻറ്റും കമ്മിറ്റഡ് ഡെക്കോയിറ്റിയുടെ കേസിലും പ്രിപ്പറേഷൻ ഒഫൻസായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് എലമെൻ്റാണ് അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് മീൻസ് ട്രൈ ടു കമ്മിറ്റ് എ ക്രൈം. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൻ 62 ഓഫ് ഭാരതീയ ന്യായ സംഹിതയിൽ അറ്റംപ്റ്റ് ഈസ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ ലോ എന്ന് പറയുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഇംപ്രിസൺമെൻറ്റ്, നോ സ്പെസിഫിക് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ സച്ച് അറ്റംപ്റ്റ്, the punishment may extend to 1/2 of the imprisonment for life or 1/2 of the maximum term prescribed for the offence. ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ്. ആ കമ്മിറ്റ് ചെയ്ത ഒഫൻസിന് ലൈഫ് ഇംപ്രിസൺമെൻറ്റോ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ഒഫൻസ് ആയിരുന്നു. മാത്രമല്ല ആ ഒഫൻസിന് സ്പെസിഫിക് ആയിട്ടൊരു പ്രൊവിഷൻ നമ്മുടെ BNSൽ പറയുന്നതുമില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ ആ ഇംപ്രിസൺമെൻറ്റിൻ്റെയോ മാക്സിമം ടേം എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ 1/2 ഓഫ് ഇംപ്രിസൺമെൻറ്റ് പണിഷ്മെൻറ്റായി കൊടുക്കാൻ സാധിക്കും. അറ്റംപ്റ്റ് വരുന്ന ചില ഒഫൻസുകളാണ് സെക്ഷൻ 109 പ്രകാരമുള്ള അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ. അതൊരു ഉദാഹരണമാണ്. ദെൻ കമ്മീഷൻ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രൈം ആണ്. ഇറ്റ് റിസൾട്ട് ദ കമ്മീഷൻ ഓഫ് ഒഫൻസ് ആണ്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് മെയ്ഡ് പണിഷബിൾ അണ്ടർ ദ ലോ ആണ്. കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പോയിരിക്കുന്ന സ്റ്റേജുകളിലൂടെ എല്ലാം കടന്നു വന്ന ശേഷം ആ ഒഫൻസ് കംപ്ലീറ്റ്ലി ചെയ്യുകയാണ്, ആ പ്രവൃത്തി ചെയ്യുകയാണ്. അതിനെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മിറ്റ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇറ്റ് ഈസ് മെയ്ഡ് പണിഷബിൾ അണ്ടർ ദ ലോ ആണ്. നിയമത്താൽ പണിഷ് ചെയ്യാൻ കഴിയുന്നവയാണ്. Thank you for watching.